ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 38 ശ്രീകൃഷ്ണ അവതാരം. ഭഗവാന്റെ അവതാരമാണ് ഇന്ന് വായിക്കുന്നത്. മറ്റത് ഭഗവാൻ കൃഷ്ണന് അവതരിക്കാനുള്ള കാരണമാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ വായിച്ചത്. ഇനി ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നതാണ്, നമുക്കത് വായിക്കാം. ശ്ലോകം 1, ദശകം 38. ആനന്ദരൂപ ഭഗവൻ ഐതേ അവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവൽ അംഗനിരീയമാണേ കാന്തിവ്രജൈറിവ ഘനാഘന മണ്ഡലൈർദ്യാം ആവൃണ്ണുതീ വിരുരുചേ കില വർഷവേല. ആനന്ദരൂപ ഭഗവൻ ഐതേ അവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവത് അംഗനിരീയമാണേ കാന്തിവ്രജൈർ ഇവ ഘനാഘന മണ്ഡലൈർദ്യാം ആവൃണ്ണുതീ വിരുരുചേ കില വർഷവേല. ഇവിടെ ഭട്ടതിരിപ്പാട് എങ്ങനെയാ ഭഗവാനെ വർണ്ണിക്കുക? അല്ലയോ ഭഗവാനെ, ആനന്ദമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭഗവാന്റെ അവതാരകാലത്ത് അവിടുത്തെ, അതായത് ആ ഭഗവാനെ ശരീരമെല്ലാം ജ്വലിക്കുന്ന തിരുമയ്യ്, ആ ഭഗവാന്റെ തിരുമയ്യ് അത്രമാത്രം ജ്വലിക്കുന്ന, അതിൽ നിന്ന് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തേജസ് എന്ന് തോന്നുമാറുള്ള എന്താണ് കനത്തതും കാർമേഘ പടലങ്ങൾ ആകാശമാർഗത്തിൽ ആവരണം ചെയ്തുകൊണ്ട് വർഷകാലം ഭംഗിയായി ശോഭിച്ചു. എന്നാൽ അത്രമാത്രം മഴക്കാലം മഴയുണ്ടായിരുന്നു ഭഗവാന്റെ അവതാര സമയത്ത്. അതാണ് അപ്പോൾ ഭഗവാനെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴൊക്കെ കാളന്തിയിൽ പോകുമ്പോൾ മഴ വന്ന് കുട പിടിച്ച് കാളിയതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ആ സമയത്ത് മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ ഭഗവാന്റെ തേജസ്, ആ ശരീരം മൊത്തം ജ്വലിക്കുന്ന തിരുമയിൽ നിന്ന് പ്രസരിക്കുന്ന തേജസ് എന്ന് തോന്നും. എന്താണ്? ആകാശത്തിലെ കനത്ത കാർമേഘങ്ങൾ, ആ കാർമേഘ പടലങ്ങൾ കണ്ടാൽ തോന്നും അത് ഭഗവാന്റെ ആ പ്രസരിക്കുന്ന തേജസ് തന്നെയാണെന്ന്. അത് തന്നെയാണ്, അങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന ഈ ഭട്ടതിരിപ്പാട്. ആകാശമാർഗത്തിൽ ആവരണം ചെയ്തുകൊണ്ട് വർഷകാലം ഭംഗിയായി ശോഭിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അത്രമാത്രം സന്തോഷകരമാണ് ഭഗവാന്റെ അവതാരം. അത്രമാത്രം ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തവണ്ണുള്ളൊരു, ഇത് കേൾക്കുന്നവർക്കും ഒക്കെ നമുക്ക് വളരെ വളരെ സന്തോഷമാണല്ലോ ആ ഒരു സമയം നമ്മൾ ചിന്തിക്കുമ്പോൾ. ഭഗവാൻ അത്രമാത്രം ദൈവം ലോകപിതാവായ നാരായണൻ അവതരിക്കുന്ന സമയമല്ലേ, അതും പൂർണ്ണ അവതാരമല്ലേ. നമുക്ക് 2ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 2. ആശാസു ശീതളതരാസുപയോധ തോയൈർ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിധൗ നിശി മധ്യമായാം ക്ലേശാപഹസ്തത്രിജഗതാം ത്വം ഇഹാവിരാസി. ആശാസു ശീതളതരാസുപയോധ തോയൈർ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിധൗ നിശി മധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വം ഇഹാവിരാസി. ഇവിടെ ആശാസു ശീതളതരാസു, അവിടെ അതിന് താഴത്തെ വരി ആശാസിതാപ്തി 2. അങ്ങനെ ദിക്കെല്ലാം മഴ പെയ്ത് അതുമൂലം, കാരണം മഴ അവതാര സമയത്ത് ഇവിടെ കാർമേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുവാണല്ലോ ഭഗവാന്റെ തേജസ് എന്ന് തോന്നുമാറ്. അങ്ങനെ ആ ദിക്കെല്ലാം നാനാവശത്തുമൊക്കെ മഴ പെയ്തത് മൂലം നന്നായി തണുത്തു. ആഗ്രഹിച്ചതെല്ലാം സിദ്ധിച്ചതിനാൽ സജ്ജനങ്ങൾ മതിമറന്ന് സന്തോഷിക്കുകയും ചെയ്തു. അർദ്ധരാത്രി ചന്ദ്രൻ ഉദിച്ചുയരുന്ന സമയത്ത്, അതായത് ചന്ദ്രദേവൻ ഇങ്ങനെ അർദ്ധരാത്രി സമയത്ത് ഉദിച്ചുയരുന്ന ആ സമയത്താണ് 3 ലോകങ്ങൾക്കും ക്ലേശങ്ങളൊക്കെ അകറ്റുന്ന, അത് ത്രിലോകങ്ങൾ, അതായത് 7, 14 എന്നും പറയാം, ത്രിലോകങ്ങളെന്നും പറയാം. ഈ ത്രിലോകങ്ങൾക്കെല്ലാം എന്തെല്ലാം ക്ലേശമുണ്ടോ അതെല്ലാം അകറ്റുന്ന സന്താപഹാരിയായ ഭഗവാനാണല്ലോ എല്ലാത്തിൻ്റെയും സന്താപം അകറ്റുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ഈ ലോകത്തിൽ വന്ന് അവതരിച്ചു. അത് ചിങ്ങമാസത്തിൽ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും കൂടിയ ദിവസം അർദ്ധരാത്രിയിൽ മധുരാപുരിയിലെ കാരാഗൃഹ മന്ദിരത്തിൽ ഭഗവാൻ പൂജാതനായി
മൂന്ന് ലോകങ്ങൾക്കും ക്ലേശങ്ങൾ അകറ്റാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ അവതരിച്ചത്. നമുക്കിനി മൂന്നാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതിർ ഉദ്യൽ കിരീട കടകാംഗദഹാരഭാസ ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതിർ ഉദ്യൽ കിരീട കടകാംഗദഹാരഭാസ ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ. ഈ ശ്ലോകത്തിൽ എന്താ സംഭവിച്ചേ? ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് ബാലഭാവത്തിലും, അത് ഭഗവാൻ ഇവിടെ ഒരു അപ്പോഴും പിറക്കുന്നൊരു കുഞ്ഞാണല്ലോ, പക്ഷെ ഇവിടെ ഭഗവാൻ ഒരു ബാലൻ്റെ ഭാവത്തിലാണ് ഈ അമ്മയും അച്ഛനെ കാണിക്കുന്നത്. കാരണം അവരുടെ തപസ്സും അങ്ങനെ ആയിരുന്നു. ഭഗവാൻ ഇവിടെ മകനായിട്ട് അവതരിക്കണമെന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് മകനായിട്ട്. അപ്പോൾ അതും കൂടെ ഇത് ഭഗവാനാണെന്ന് അറിയിക്കേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ഈ രൂപങ്ങളെല്ലാം എടുത്ത് കാണിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് ആ ബാലഭാവത്തിലും ഐശ്വര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതും ജ്വലിക്കുന്ന പ്രകാശം പരത്തുന്ന കിരീടം, കടകം, അങ്കദം, ഹാരം എന്നിവയാൽ ശോഭിക്കുന്നതും ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ഏന്തിയ ചതുർഭുജങ്ങളോടും, അതായത് 4 കൈകളോടും കാർമേഘം പോലെ ശ്യാമളവും കോമളവുമായ വിഗ്രഹം കൊണ്ട്, അത് ഭഗവാന്റെ വിഗ്രഹം ശരീരം കൊണ്ട് ഈറ്റില്ലത്തെ പ്രകാശമാനമാക്കി. കാരണം അവിടെ ഈ പിതാവൊക്കെ കാണുന്നത് എങ്ങനെയാ? ഈ ഭഗവാന്റെ ഒരു 4 കൈകളും ഈ ആഭരണങ്ങളുമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഭഗവാൻ അതെല്ലാം മറച്ചു പിടിച്ച് സാധാരണ ഒരു പൊടിക്കുഞ്ഞിനെ പോലെ അവിടെ കിടക്കും. അപ്പോഴും പ്രസവിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ പറയുന്നത് ബാലഭാവത്തിൽ ഒരു കുഞ്ഞ് ഇച്ചിരി വളർന്ന ഒരു കുട്ടി, ബാലഭാവം. അത് പൊടിക്കുഞ്ഞിനേക്കാളൊന്നും വളരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഇത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതും ഈ അച്ഛനോടൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും വേണമല്ലോ. ഇന്നതുപോലെ അവിടുന്ന് മാറ്റി നന്ദരുടെ ഒക്കെ കൊണ്ട് ആക്കണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഈ കുഞ്ഞിന് അങ്ങനെയുള്ളൊരു ഭാവം വേണമല്ലോ. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ബാലഭാവത്തിലും ഐശ്വര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതും ജ്വലിക്കുന്ന പ്രകാശം പരത്തുന്ന കിരീടം, കടകം, അങ്കദം, ഹാരം എന്നിവയാൽ ശോഭിക്കുന്നതും ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ ഇത്രയും 4 ശംഖും ചക്രവും ഗദ, പങ്കജം എന്നിവ ഏന്തിയ ചതുർഭുജങ്ങളോട് 4 കൈകളോടും കാർമേഘം പോലെ ശ്യാമളവും കോമളവുമായ ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ഈറ്റില്ലത്തെ ആ പ്രസവമുറി പ്രകാശമാനമാക്കി. അവിടെ അത്രമാത്രം തേജസ്സും പ്രകാശവും ഒക്കെ ആക്കി അങ്ങനെ ഒരു രൂപത്തിലാണ് അവിടെ അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പട്ടതിരിപ്പാട് അതനുസരിച്ച് തന്നെ ആ ഭാഗവതത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് തന്നെ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കുള്ള സന്തോഷമില്ലേ? ഭഗവാന്റെ ആ ഒരു രംഗം അവരെ കാണിക്കാൻ ആ മാതാപിതാക്കൾക്ക് ഈ ശരീരത്തെ, ഇങ്ങനെയുള്ള ദേഹത്തെ കാണിക്കും ബാലരൂപത്തിൽ. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ ചൊല്ലാം. ശ്ലോകം 4. വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകംസകൃതാം അലക്ഷ്മീം ഉന്മാർജയൻ ഇവ വിരേജിത വാസുദേവ. വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകംസകൃതാ അലക്ഷ്മീം ഉന്മാർജയൻ ഇവ വിരേജിത വാസുദേവ. ഈ ശ്ലോകത്തിൽ ഭഗവാനെ വാസുദേവ, അതാ നാരായണ, ഭഗവാനെ കൃഷ്ണൻ്റെ പേര് വാസുദേവൻ. വസുദേവർ എന്ന് പറയുന്ന പിതാവ്. ഇവിടെ ഭഗവാനെ വിളിക്കുന്നത് ഭഗവാനെ വാസുദേവ, നിന്തിരുവടി അങ്ങയുടെ വക്ഷസ്ഥലത്ത് സുഖമായി ലയിച്ചിരുന്ന് വിലസുന്ന ലക്ഷ്മിയുടെ ലജ്ജ കലർന്ന കടാക്ഷ വീക്ഷണങ്ങളാൽ ആ കാരാഗൃഹം എന്തായിരുന്നാലും മുന്നേ ഭഗവാൻ അവതരിക്കുന്ന അലക്ഷ്മിയായിരുന്നു. ആ ലക്ഷ്മി എന്ന് വെച്ചാൽ മൂജാഷ്ട,
അതായത് കംസൻ കൊണ്ട് കാരാഗൃഹമാക്കി ഇട്ടേക്കുമല്ലേ. അപ്പോൾ ഭഗവാൻ അവിടെ അവതരിച്ചപ്പോൾ എന്തുവന്ന് ലക്ഷ്മിയുടെ ലജ്ജ കലർന്ന ഭഗവാന്റെ വക്ഷസ്ഥലത്താണല്ലോ ഭഗവാൻ മഹാലക്ഷ്മി ഇരിക്കുന്നത്. ആ കുഞ്ഞു ബാലനാണെങ്കിലും ഭഗവാന്റെ വക്ഷസ്ഥലത്ത് സുഖമായി ലയിച്ചിരുന്ന് വിലസുന്ന ലക്ഷ്മിയുടെ ലജ്ജ കലർന്ന കടാക്ഷ വീക്ഷണങ്ങളാൽ ആ കാരാഗൃഹത്തെ കംസന്റെ ദുഷ്ടതയാൽ വന്നു കയറിയ ജ്യേഷ്ഠ ഭഗവതിയെ ആട്ടി ഇറക്കി കളയുന്നുവോ എന്ന് തോന്നുമാറ് ശോഭിച്ചു. ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ എങ്ങനെയാ സുഖമായിരിക്കുന്ന മഹാലക്ഷ്മിയുടെ അങ്ങനെ ശോഭിക്കുമാറ്. അപ്പോൾ നമുക്ക് അവിടെ തോന്നിക്കുന്ന എന്താ, അലക്ഷ്മിയായിരിക്കുന്ന മൂജാഷ്ട ജ്യേഷ്ഠ ഭഗവതി ആട്ടി ഇറക്കി കളയുന്നുവോ എന്ന് തോന്നുമാറ് ഭഗവാൻ അവിടെ ശോഭിച്ചു. അത്രമാത്രം വിലസുന്നു സുഖമായി ആ വക്ഷസ്ഥലത്തൊക്കെ. അങ്ങനെ കടാക്ഷ വീക്ഷണങ്ങളാൽ ആ കാരാഗൃഹത്തെ ഭഗവാന്റെ ആ നോട്ടത്തിലും എല്ലാം തോന്നും. എന്താ തോന്നുന്നേ, ആ ലക്ഷ്മിയായിരിക്കുന്ന ആ മൂജാഷ്ട അവിടെ കാരാഗൃഹത്തിൽ അടച്ചിട്ടേക്കൊല്ലയോ ഈ മാതാവിനെയും പിതാവിനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ തോന്നുമാറ് ശോഭിച്ചു ഭഗവാൻ. ആ ഭഗവാന്റെ ആഗമനത്തോടെ ജ്യേഷ്ഠ പടി ഇറക്കുകയും അതായത് ഭഗവാന്റെ ആ ഒരു ആഗമനം, ആ വരവോടുകൂടി ജ്യേഷ്ഠ അതായത് ഈ മൂജാഷ്ട ജ്യേഷ്ഠ പടി ഇറക്കുകയും ലക്ഷ്മി കുടികൊള്ളുകയും ചെയ്തു എന്ന് സാരം. അതായത് അവിടെ ഭഗവാൻ അവിടെ അവതരിച്ചപ്പോൾ മഹാലക്ഷ്മി കൂടെ ഉണ്ടല്ലോ, ഭഗവാന്റെ ലക്ഷ്മിയല്ലേ. അപ്പോൾ ഈ അലക്ഷ്മി എന്ന് പറയുന്നത് എന്താ, ജ്യേഷ്ഠ ഭഗവതിക്കാണ്. അത് ഭഗവതിയുടെ ജ്യേഷ്ഠയാണ് മൂജാഷ്ട എന്ന് പറയുന്നത്. അത് പടി ഇറക്കി അതായത് അവിടെ ആര് കൂടിയുണ്ട്, മഹാലക്ഷ്മി എന്ന് ആണ് ഇതിൻ്റെ സാരം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.